PWD റെസ്റ്റ് ഹൌസിൽ പൊതുജനങ്ങൾക്ക് ബുക്ക് ചെയ്യാനാകുന്നില്ല. ഇന്നലെ മുതലാണ് ഓൺലൈൻ ബുക്കിംഗ് പ്രശ്നം തുടങ്ങിയത്. സാങ്കേതിക പ്രശ്നമാണ് എന്ന് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നു. ഇന്നോ നാളെയോ പ്രശ്നം പരിഹരിക്കുമെന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. രാഹിസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹിസ്, ഇതൊരു സൈറ്റ് പണിമുടക്കാണോ അതോ മറ്റെന്തെങ്കിലും തീരുമാനത്തിന്റെ പേരിലാണോ? മധു, സൈറ്റ് പണിമുടക്കാണെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന്റെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി PA മുഹമ്മദ് റിയാസ് അധികാരമേറ്റതിന് പിന്നാലെയാണ് സംസ്ഥാനത്തുള്ള ഇതുപോലത്തുള്ള റെസ്റ്റ് ഹൗസുകൾ മുഴുവൻ നവീകരിച്ച് പൊതുജനങ്ങൾക്ക് കൂടി അത് ബുക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത്. അതനുസരിച്ച് എല്ലാ ദിവസവും ഓൺലൈൻ വഴി ഇത് കേരള ഗവൺമെൻറ് PWDയുടെ റെസ്റ്റ് ഹൗസ് ബുക്കിംഗ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കയറിപ്പോയി കഴിഞ്ഞാൽ ആർക്കും ബുക്ക് ചെയ്യാമായിരുന്നു. സാധാരണഗതിയിൽ ഹോട്ടലുകളിൽ കൊടുക്കുന്ന റെൻറ്റിൻ്റെ അതിൻ്റെ പകുതി മാത്രം കൊടുക്കുന്ന ഒരു രീതിയിലായിരുന്നു ബുക്കിംഗ് സംവിധാനം ഉണ്ടായിരുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലേൽക്കുമ്പോഴും സ്വാഭാവികമായും ആ ബുക്കിംഗ് തുടരും എന്ന് തന്നെയാണ് കരുതിയിരുന്നതും. പക്ഷേ ഇന്നലെ മുതൽ ഈ ഓൺലൈൻ സൈറ്റ് ഹാങ് ആണെന്നല്ല, ആ സൈറ്റിലേക്ക് ബുക്കിംഗ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ആർക്കും കയറാൻ പറ്റുന്നില്ല. ഇതേ തുടർന്നാണ് നമ്മൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിൻ്റെ ഓഫീസിനോട് എന്താണ് സംഭവിച്ചത്, ഇനി UDF അധികാരത്തിൽ എത്തിയതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ആ പോളിസിയിൽ വന്നതാണോ എന്ന സംശയം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. ഇതനുസരിച്ചാണ് PK ബഷീറിൻ്റെ ഓഫീസിൽ നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചത്. അപ്പോൾ പറഞ്ഞത് സാങ്കേതികമായ ചില പിഴവുകൾ മാത്രമാണുള്ളത്. മന്ത്രിയുടെ ഓഫീസ് ഇന്നലെ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇത് അറിയിച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ ഈ ബുക്കിംഗ് ഇത് രാഷ്ട്രീയക്കാർക്ക് മാത്രമായി വളരെ എക്സ്ക്ലൂസീവായി കിട്ടിയിരുന്ന ഒരു സൗകര്യം എന്ന നിലയ്ക്കുള്ളതായിരുന്നു. പൊതുജനങ്ങൾക്ക് ഇത് വലിയ ഉപകാരമാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഭരണവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ധാരാളം രാഷ്ട്രീയ യാത്രകളൊക്കെ തലസ്ഥാനത്തേക്കൊക്കെ ഉണ്ടല്ലോ. അതടക്കമുള്ള ചില ക്രമീകരണങ്ങളാണോ, പണി മുടക്കിപ്പിച്ചതാണോ എന്നൊരു വിമർശനമുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് മറുപടി? മാധു, ആ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് പുതിയ UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം തിരുവനന്തപുരത്ത് നമ്മളൊക്കെ വാർത്ത ചെയ്താണ്, ഒരു സ്ഥലത്തും റൂം പോലും ഇല്ല. അത് വലിയ പണം കൊടുത്ത് റൂം ആഗ്രഹിക്കുന്നവർക്ക് റൂമില്ല, ചെറിയ പണം കൊടുത്ത് റൂം ആഗ്രഹിക്കുന്നവർക്കും റൂമില്ലാത്തൊരു അവസ്ഥയുണ്ട്. ഇപ്പോഴൊക്കെ ഇന്നലെ MLA-മാരുടെ സത്യപ്രതിജ്ഞയായിരുന്നു, ഇന്ന് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പാണ്. അത്തരം ചടങ്ങുകൾക്കൊക്കെ നിരവധി പാർട്ടി നേതാക്കൾ എത്തുന്നുണ്ട്. പക്ഷേ അതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. സാധാരണ ഇതിൽ ഇന്ന് റൂം വേണം അല്ലെങ്കിൽ അടുത്ത ആഴ്ച റൂം വേണം എന്നുണ്ടെങ്കിൽ ഇന്നൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കിയാൽ പോലും ഒരു 10 ദിവസമൊന്നും സാധാരണഗതിയിൽ കിട്ടില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ റൂമുകളൊക്കെ 15 ദിവസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യുന്ന രീതിയാണ്. നമ്മളൊക്കെ അങ്ങനെ ബുക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകളാണ്. സാധാരണഗതിയിൽ അങ്ങനെ കിട്ടാൻ പാടാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണോ എന്ന് അറിയാൻ കഴിയില്ല. പക്ഷേ ഇതുവരെ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സൈറ്റ് കഴിഞ്ഞ 2-3 ദിവസമായി പ്രശ്നമായതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് സംശയം ആരെങ്കിലും പറഞ്ഞാൽ അവരോട് സംശയിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മുഖ്യ റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. പക്ഷേ സ്വാഭാവികമായും ഒരു സൈറ്റ് പണിമുടക്കാണെങ്കിൽ അത് പരിഹരിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ആനക്കാര്യമൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തീരുമാനങ്ങൾ വരേണ്ടതുണ്ട്. ഈ ഒരാഴ്ച മാത്രം പണിമുടക്കുന്ന എന്തെങ്കിലും പ്രത്യേക പ്രവണതയാണോ എന്നുള്ളൊരു സംശയമാണ് അതിലുയരുന്നത്.